വിട്ടോ എടുക്കണ്ടത്. ഈ ഒരൊറ്റ സീന് കണ്ടപ്പോ തന്നെ ചിലർക്കെങ്കിലും ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം തന്നെ ഇക്കാണുന്ന സ്പൈസസിലോട്ട് നമ്മളൊരു ഡ്രൈ ലെമണും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണേ. പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് 2 സ്പൂൺ സ്പൈസ് മിക്സും പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കും ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ചിക്കൻ ഇതിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടാ. ചിക്കൻ കുക്കായി വരുമ്പോക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടാറ്റോയും എഗ് പ്ലാന്റ് ഇതേപോലെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ചും കൂടി സ്പൈസ് മിക്സും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതിനെയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനൊക്കെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന്റെ മുകളിലോട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ കുക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ ആണ് ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. മക്ലൂബ് മറിക്കുന്നത് ഒരു ഈസിയായ പരിപാടി അല്ലാത്തത് കൊണ്ട് ഞാൻ അത് വേറെ ആൾക്ക് കൈമാറിയിട്ടുണ്ട്. കാണാൻ വലിയ തിരക്കടില്ലാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു, പക്ഷെ കഴിക്കാൻ അത് സൂപ്പർ ആയിരുന്നു. ഞങ്ങളെ വീട്ടിലെ ജെന്യുവിൻ റിവ്യൂ പറയുന്ന ഒരാളാണ് കേട്ടോ അത്. അപ്പൊ ഇത് ട്രൈ ചെയ്തൊക്കെ ആരും മറക്കണ്ട.